മനു, മനുവേ, മനു. ഓ, എന്താടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തോ ചേട്ടാ? എൻ്റെ കൊച്ചൊരു കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ കൂടെ ട്യൂഷന് വന്നുകൊണ്ടിരുന്ന പയ്യനാ. നമുക്കൊന്നും അറിയില്ലോ ചേട്ടാ. അയ്യോ, നിർമ്മലിന്റെ കൂടെയോ? അത് ശരി, അവ എല്ലാരും കൂടി അറിഞ്ഞോണ്ടുള്ള കളിയായിരുന്നല്ലേ. എന്നോടിത് വേണമായിരുന്നു മീര കുഞ്ഞെ. 17 വയസ്സ് തികഞ്ഞിട്ടില്ല അവക്ക്. ദാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ കണ്ട്. കൊള്ളാലോ, നല്ല ഫോട്ടോ അല്ലേ? മനു, പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ. ഈ ബിജുക്കുട്ടൻ കണ്ടയാ. നീ അവളോടൊന്ന് ചോദിച്ചേ. ഞാൻ ചോദിച്ചപ്പോ രണ്ടും കൂടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. ഞാൻ എന്താ പറയാ? പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ണം നിനക്ക് അറിയത്തില്ല. എവിടെയാണ് അവര് പോയത്? ഞാൻ ബസ്സൊന്നും കയറ്റി വിട്ടില്ല. എന്നോട് ഇച്ചിരി കാശ് ചോദിച്ചു. കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു. അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന്. ഡി, എന്റെ മുഖത്തോക്കി പറ, നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന്? കോഴഞ്ചേരിയിലുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നാ പറഞ്ഞേ. പ്രസിഡന്റെ കൊച്ചിനെ കിട്ടി. ഞങ്ങൾ ആനന്ദം കൊച്ചാട്ടന്റെ വീട്ടിലുണ്ട്. വിളിക്കാം. അവള് ഒരേ വാശിയില്ല. ഇനിയും പോകുന്ന പറയുന്നത്. നമ്മളിനി എന്താ ചെയ്യാ? നമുക്ക് കരയോഗത്തിലൊന്ന് അവതരിപ്പിച്ചാലോ? ഞാൻ അവളോട് സംസാരിക്കട്ടെ. സോറി അച്ഛാ, സോറി. എന്താ ചേച്ചി, ഈ മാസത്തെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞല്ലോ. മോളെ അതൊക്കെ നോക്കുന്നേ. അവള് വരുമ്പോ ഞാൻ പറയാം. ആര് നോക്കിയാലും കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾക്ക് എന്തായാലും ക്വാർട്ടറിലെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞ പോലെ റിപ്പോർട്ട്. ഓ, ഒന്നുമില്ലെന്നേ. ബാങ്കിൽ നിന്ന് പശുവിനെ നോക്കാൻ വന്നതാ. ഓ, ഞാൻ വിചാരിച്ചു വല്ല ജപ്തി ആയിരിക്കും. അയ്യോ, ജപ്തിയല്ല, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ. ആ, അതന്നെ. എന്താ മോന്റെ പേര്? ആ, ശ്രീശങ്കർ. ചേച്ചി ഇതൊന്ന് പിടിക്കൂ. എവിടെ സ്ഥലം? ഞാൻ കൊച്ചിയിലായിരുന്നു. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസം അത്രയായിട്ടുള്ളൂ. ഞാൻ ശരിക്കും കോന്നിക്കാരനാ. കോന്നിയിലോ? അവിടെ എവിടെയാ? ഒരു മങ്ങാരത്ത് ശ്രീധരൻ കർത്തെ അറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ. അങ്ങനെ വരട്ടെ. ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത്. മോൻ ഇരിക്കെ, ഞാൻ ചായ അയ്യോ, എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട. മോന ആദ്യമായിട്ട് വരികയല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. അവിടെ ഇരിക്കെ. ഹായ്. ഹായ്. ആരമ്മയത്? ബാങ്കിൽ നിന്ന് വന്നതാ. പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ. മങ്ങാട്ടത്തെയാ, വലിയ കുടുംബക്കാരാ. വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നേ. ചേച്ചിക്ക് നോക്കാനല്ലേ. മനസ്സിലായി. ഓടി അവിടുന്ന്. ഇവളുടെ ഒരു കാര്യം. എവിടുന്നാ?
ഏ ഞാൻ ബാങ്കിൽ നിന്ന് മറ്റേ ലോണിന്റെ പശു ഇൻസ്പെക്ഷൻ. മനസ്സിലായി അതെ, ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട, അമ്മയ്ക്ക് ടെൻഷനാവും. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ ഓക്കെ. ഞാനെന്നാ അല്ല, അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല വേണ്ട, ഞാൻ അയ്യോ വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇരിക്കും. അല്ല വേണ്ട, കുഴപ്പമില്ല. ഇരിക്കുന്നേ, ഇപ്പൊ വരാം. ഇതാരാ? അയ്യോ, ആ കുട്ടി എവിടെ പോയി? പോയോ? ആരമ്മത്? നിനക്ക് വേണോട്ടോ ചായ? ആ വാങ്ങിച്ചോ. അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ. തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛൻ്റെ അമ്മായിയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അമ്പുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതിലെ ഇലക്കിട്ടിരുന്നല്ലേ? ആ, അങ്ങനെ ഒരു പറ്റി. മാറിക്കടി. നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇട്. ഏത് പടത്തിലെ പാട്ട ചേട്ടാ? പ്രായക്കര പാപ്പാന്റെ ഏതെങ്കിലും പാട്ടിടൂ. നീ ഇവിടെ ഇതേ വരുന്നു പറയാം. കണ്ണങ്കര ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കേ. വായോ വാ. നീ പറഞ്ഞ ഡോർ അടക്കണേ. ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറി കേട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ഓ, നമ്മളെയൊന്നും ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തുമ്പോൾ ഇപ്പൊ തുടങ്ങുന്നത്? പോവാൻ പറ. ഡോർ അടച്ചേക്കണേ. നീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ, ലവ് ജിഹാദാണോ എന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ചേച്ചി കണ്ട അങ്ങോട്ട് ഇരുന്നോ. ആ, ഞാൻ ഇരിക്കുവാണേ. ആ ഡോർ അടച്ചേക്കണേ. നീരമോളെ ടിക്കറ്റ്. വാ, ഇവിടെ ഇരിക്കാം. കോമളിച്ചി, ആ, എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചേ, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ആ, ജോലി കിട്ടുമ്പോ എൻ്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേ ചേച്ചി. എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്മാടേ, നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹായ്. അത് അവള് ശാലഭ. ഹലോ. ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ. അനുഗ്രഹിക്കമ്മേ. എന്തു പറ്റി? പാലക്കാട് മട്ടം തീർന്നോ അമ്മേ? ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല, KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല, കറക്റ്റ് ടൈം അല്ല, ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവന് ആരമ്മേ?
ആരാ? ആ അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ, MSc. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വട്ടാമേ. ആ അവർ പോവാ. സൂക്ഷിച്ച് പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ട് പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ നിന്നാരാ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടെന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പൻ വിളക്കിനുണ്ടായിരുന്നില്ലേ? അതെ അതെ. ആ അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എവിടുത്തെയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ? ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ, നമ്മള് ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ. കൊച്ചിലെ കണ്ടതല്ലേ. അതെ അതെ. വാ, മോള് വന്ന് ഭക്ഷണം കഴിക്കാം. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? മനുണ്ടിലൈനല്ലേ? അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റിൽ പറഞ്ഞതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ദാ, ഇത് വെച്ചോ. വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അമ്മയുടെ പൊന്നു പോയിട്ട് വാ. ചേട്ടാ സെന്റ് സീനാണല്ലോ. ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ. അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല്. ഓ, അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലെങ്കിലും ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ. തിരിച്ചു പറയടാ. ആണോ? അങ്ങനെയാണ് പെൺകുട്ടികളായാൽ. വല്യമ്പ്രാട്ടി ചേച്ചിനെ കണ്ടങ്ങ് പഠിച്ചാ മതി. ദേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച് അടുത്ത കേസ് കെട്ടും കൊണ്ട് വന്നേക്കരുത്. ആ ശ്രമിക്കാം. ആ ഇവിടെ മതി. എടാ ഇവിടെ. ചെലവാക്കരുത്, ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ. ആവശ്യത്തിനുള്ള എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ കറണ്ട് ബില്ലടക്കാൻ 2 ദിവസം കൂടെയുള്ള ഡ്യൂ ഡേറ്റ്. ഇത് വെച്ചത് അടച്ചാൽ മതി. നീ എന്ത് പരിപാടി പറയുന്നത്? നിനക്കത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ? ഇവിടെ അടുത്ത KCB. പ്ലീസ്. ശരി ടാറ്റ. ശരി ഏട്ടാ, ടാറ്റ. ഏക്സി വന്നാ? ഏക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റ്? മീര കോളേജ് ടൂർ പോയേക്കുവാ. അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ, ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാറ് എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി തന്നെ ഞാൻ അടച്ചുതരാം. അതെ, ആ, നിന്റെ ശലഭ ആ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂർ പോയില്ലേ? അവൾ MSc അല്ലേ, ഇവൾ MCOM. ഡാ, എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ, ഒരു ഓരും കൂടെ കിട്ടാറുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. റൈറ്റ് കുറച്ച്. റൈറ്റാ? അല്ല പറ്റില്ല, ലെഫ്റ്റ്. ലെഫ്റ്റാ? ലെഫ്റ്റ്. അതിന് കുറച്ച് താഴത്തേക്ക് ഇറക്കി. താഴെ താഴെ. അതിന് മുകളിലേക്ക് കയറ്റി. മോള്. ഓക്കെ കേട്ടോ. ആ വിടല്ലേ. ആചാരം താഴെ പോയില്ലേ? ഹലോ. ഇന്ന് രാവിലെ ബസ്സിൽ കണ്ടില്ലല്ലോ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇന്ന് എഴുന്നേരപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഓഫീസിലെത്തി തന്നെ കഷ്ടപ്പെട്ടാ. എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്. കാണാലോ, എപ്പോ വേണേലും കാണാം. എന്നിപ്പോ ധൈര്യം ഉണ്ടോ? ഏയ്, ഇപ്പൊ രാത്രിയൊക്കെ ആയില്ലേ, അത് വേണോ? അച്ഛനമ്മ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ഗുരുവായൂർ വെക്കാം. ആണോ? എന്നാ ഞാൻ വരും. വന്നിരിക്കും. കാണാം. പോയിരിക്കും. ആ, വണ്ടി എടുക്കട്ടെ? ആ, ആചാര സംരക്ഷണം. ആ വന്നിട്ട് സംരക്ഷിക്കാം. അത് മതി. ഭയങ്കര ആഴമാണ്. കാമയുടെ വെണ്ണ മതിൽ ചാടിക്കിടക്കണ ലോകത്തിലെ ആദ്യത്തെ കാമുകനല്ല നീ. ചാട്. അപ്പുറം ഗേറ്റ് ഓപ്പൺ ആണല്ലോ. ആരെങ്കിലും കണ്ടാ തീർന്നട്ടാ.
കാണൂല, ഞാൻ പുറത്തുണ്ടാകും. ഇനി ആരെങ്കിലും വന്നാ ഞാൻ ഡോറിലെ മുട്ട. ആ മതി. ഓക്കെ. അപ്പൊ ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ഉറങ്ങില്ലേ? എന്താ ഉറങ്ങണോ? ഒരു 19 തരാം. വേണങ്ങോ? ഇല്ല വേണമെങ്കില്ല. ഇതാരത്? അമ്പാടി. പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി. ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറി ഇരുന്നോളാം. എന്തിനാണ് അമ്പാടി? പ്ലീസ് പോ. വാ എന്ത്? വാ. പറ. എന്താ കാണിക്കുക? എന്താടാ? ഇവിടെ പുറത്തു കൂടി ആൾക്കാർ പോണു. എന്നെ ആരെങ്കിലും കാണും. നമുക്ക് പോയാലോ? മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ ഇപ്പൊ പോവാന്നോ? എടാ കുറച്ചു നേരം കുറച്ചു തരോ? പ്ലീസ്. കുറച്ചു തരുള്ളേ. 5 മിനിറ്റ്. ഇനി വേണ്ട, പോ. പോണോ? എന്താ എന്താ എന്താ? പറ. വേണ്ട, പോ. എന്താ? ഒറ്റ ചവിട്ടി ചെറുക്കും മനോട്. സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവുണ്ട്. സെക്രട്ടറി, പ്രസിഡന്റ്. സെക്രട്ടറിക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. അത് പ്രസിഡന്റ് മാപ്പാക്കണം. നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്. നിങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. എന്ത് തീരുമാനം? എന്റെ വീട് എന്റെ മോളുമായി പോയില്ലേ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അതെ, എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി, നടത്തി തരാം. അതുവരെ ദയവേത് മതിൽ ചാടരുത്. ഇല്ല, സത്യാണല്ലോ. എന്റെ അനിയത്തി മീരക്ക് ശലഭയുടെ അതേ പ്രായമാണ്. അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാ ഒരു 6 മാസം. അത് ശരിയാ. അതാകുമ്പോ അപ്പത്തേക്ക് എന്റെ എക്സാം കഴിയും. ശരി. പോകുന്നില്ലേ? പോവാം. അതെ, ഒരു ഉപകാരം ചെയ്യണം. ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ. അയ്യോ, ഞായറാഴ്ച 10:30 കരയോഗ മീറ്റിംഗ് പ്രസിഡന്റ്.